ബേപ്പൂർ സ്ഥാനാർത്ഥിത്വത്തിൽ പി.വി. അൻവറിനെ പിന്തുണച്ച് കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസും ലീഗ് നേതൃത്വവും അൻവർ മികച്ച സ്ഥാനാർത്ഥിയാണെന്നും 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും PCC അധ്യക്ഷൻ കെ പ്രവീൺകുമാർ പറഞ്ഞു. പി.വി. അൻവറിനെ UDF പ്രവർത്തകർ വിരിമാറിലേറ്റി കൊണ്ടു നടക്കുമെന്നും ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് MC മായിൻ ഹാജി പറഞ്ഞു. മാറാട് ചർച്ചയാക്കിയാൽ അത് CPM-ന് തിരിച്ചടിയാകുമെന്നും മായിൻ ഹാജി പറഞ്ഞു. പി.വി. അൻവർ മികച്ച സ്ഥാനാർത്ഥിയാണ്, അതിൽ തർക്കമില്ല. പി.വി. അൻവർ ഏത് നിയോജനത്തിലും മികച്ച സ്ഥാനാർത്ഥിയാണ്. ബേപ്പൂരിൽ പി.വി. അൻവർ ആയാലും അല്ലെങ്കിലും അവിടെ UDF ജയിക്കുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇത്തവണ ബേപ്പൂർ സീറ്റ് UDF പിടിച്ചിരിക്കും. 28,747 വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ റിയാസ് ജയിച്ച മണ്ഡലമാണ്. എന്താണ് ഈ ജയിക്കുമെന്ന് പറയുന്നതിന്റെ കോൺഫിഡൻസ്? മറ്റൊരു കണക്കൂടി ഞാൻ പറയാം. ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇലക്ഷൻ കമ്മീഷൻ കൃത്രിമം നടത്തി പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക, അൺസയന്റിഫിക്കായി മുറിച്ച വാർഡുകൾ, എന്നിട്ട് നേരിട്ട് ഞങ്ങൾ 1000 വോട്ടേ പുറകിലുള്ളൂ. ലോക്കൽ ബോഡി ഇലക്ഷനിൽ 1000-something വോട്ട് ഞങ്ങൾ പുറകിലുള്ളൂ. ആ വോട്ട്, അത് ലോക്കൽ ബോഡി ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പിണറായി വിരുദ്ധ തരംഗമുള്ള ഇലക്ഷനല്ല. ഈ ഇലക്ഷൻ ഡയറക്റ്റ് ഇടതുപക്ഷ വിരുദ്ധ തരംഗമുള്ള തെരഞ്ഞെടുപ്പാണ്, എസ്പെഷ്യലി പിണറായി വിജയൻ വിരുദ്ധ തരംഗം. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു 10,000-ലേറെ വോട്ട് ഇത്തവണ UDF ജയിക്കും ബേപ്പൂരിൽ. മാറാടാണ് ഈ അടുത്ത ദിവസങ്ങളിൽ AK പാൽ ഉൾപ്പെടെ ഉന്നയിച്ചത്. അതൊക്കെ ശരിക്കും ബേപ്പൂരിനെ ലക്ഷ്യമിട്ടാവുമോ? ബേപ്പൂരിനെ ലക്ഷ്യമിട്ടാണെങ്കിൽ CPM-ന് തിരിഞ്ഞടിക്കല്ലോ, അത് CPM-ന് തിരിച്ചടിക്കും. എന്തായാലും പി.വി. അൻവറിനെ UDF അണികൾ സ്വീകരിക്കും, ഉറപ്പായിട്ട് സ്വീകരിക്കും. വിരിമാറിലേറ്റി കൊണ്ടുനടക്കും. മുഹമ്മദ് അസ്ലം വിവരങ്ങളുമായി ചേരുന്നു. അസ്ലം, ഈ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം UDF ഐകകണ്ഠേന തീരുമാനിച്ച മട്ടാണോ? പി.വി. അൻവറിനെ പിന്തുണച്ചുകൊണ്ട് മുസ്ലിം ലീഗും കോൺഗ്രസും രംഗത്തെത്തിയിരിക്കുന്നു. കോൺഗ്രസ് DCC അധ്യക്ഷൻ പ്രവീൺകുമാറും അതുപോലെ ലീഗ് നേതാവ് മായിൻ ഹാജിയുമാണ് അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കാനുള്ള സന്നദ്ധത നേരത്തെ തന്നെ അൻവർ പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു. ഇക്കാര്യം UDF നേതൃത്വത്തെയും അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കോഴിക്കോട് ജില്ലയിലെ 2 പ്രമുഖ നേതാക്കൾ MC മായിൻ ഹാജിയും അതുപോലെ പ്രവീൺകുമാറും അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ സ്വാഗതം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ UDF-ൽ ഐകകണ്ഠേന തീരുമാനമാകുന്ന ആദ്യത്തെ സ്ഥാനാർത്ഥിത്വം പി.വി. അൻവറിന്റെ ബേപ്പൂരിലെ സ്ഥാനാർത്ഥിത്വമാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. മുഹമ്മദ് അസ്ലം വിവരങ്ങളുമായി ചേരുന്നു. അസ്ലം, പി.വി. അൻവറിനെ ഐകകണ്ഠേന സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയാണോ ഇപ്പോൾ ചെയ്യുന്നത്? സാധാരണഗതിയിൽ UDF-ന്റെയോ കോൺഗ്രസിന്റെയോ സ്ഥാനാർത്ഥികൾ തീരുമാനമാകുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും വന്നാൽ പൊതുവെ എതിർപ്പ് മറ്റുമൊക്കെ നേതാക്കൾ പ്രകടിപ്പിക്കുക. അതേസമയം ബേപ്പൂർ വിഷയത്തിൽ പി.വി. അൻവറിന്റെ സ്ഥാനാർത്ഥി ബന്ധപ്പെട്ട് കോൺഗ്രസിലെയോ ലീഗിലെയോ പ്രധാന നേതാക്കൾ ആരും തന്നെ തള്ളി പറയുന്നില്ല എന്ന് മാത്രമല്ല, ബേപ്പൂരിലേക്ക് മികച്ച സ്ഥാനാർത്ഥിയായിരിക്കും പി.വി. അൻവർ എന്ന് കോൺഗ്രസിന്റെയും ലീഗിന്റെയും ജില്ലയിൽ തന്നെ ഏറ്റവും മുതിർന്ന നേതാക്കൾ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ബേപ്പൂർ കുറെ നാളുകളായി തന്നെ LDF കൈവശം വയ്ക്കുന്ന സീറ്റാണ്. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷമാണ് 28,000-ന് മുകളിലാണ്. ഇത്തരമൊരു ഘട്ടത്തിൽ അവിടെ ഒരു വെല്ലുവിളി ഉയർത്തിയാൻ പറ്റിയ സ്ഥാനാർത്ഥിയാണ് പി.വി. അൻവർ എന്നൊരു വിലയിരുത്തൽ കോൺഗ്രസിനും ലീഗിനുമുണ്ട്. പി.വി. അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിനെ UDF-ലെ ഒരു അസോസിയേറ്റ് ഘടകകക്ഷിയായി എടുക്കുമ്പോൾ തന്നെ ഒരു പൊതുവെ ഒരു ധാരണ എന്ന് പറയുന്നത് ബേപ്പൂരിൽ പി.വി. അൻവർ നൽകാമെന്നാണ്. അതിൽ അതിനേക്കാൾ വിജയസാധ്യതയുള്ള സീറ്റുകൾ പി.വി. അൻവർ ആവശ്യപ്പെട്ടെങ്കിൽ പോലും ബേപ്പൂർ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെ പോയി കാണുന്നു. തുടർന്ന് ഒരു പ്രചരണം ഔദ്യോഗികമായി തുടങ്ങിയില്ല എന്ന് പറയുമ്പോൾ പോലും ബേപ്പൂരിൽ പോർട്ടിൽ പോകുന്നു, ആൾക്കാരെ കാണുന്നു. ഇത് എല്ലാവരും പറയുന്ന ഒരു കാര്യം തീരുമാനമായിട്ടില്ല എന്ന ഒരു മുൻകൂട്ടി ജാമ്യം എടുത്തിട്ട് തന്നെ അതേസമയം പി.വി. അൻവർ അവിടെ നല്ല സ്ഥാനാർത്ഥിയായിരിക്കും. MC മായിൻ ഹാജി ലീഗിന് വൈസ് പ്രസിഡന്റും അവിടുത്തെ ബേപ്പൂർ മണ്ഡലംകാരനും കൂടി, അദ്ദേഹം പറയുന്നത് UDF പ്രവർത്തകർ പി.വി. അൻവറെ തോളിലേറ്റിക്കൊണ്ട് നടക്കും, അല്ലെങ്കിൽ ചുമലിലേറ്റിക്കൊണ്ട് നടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ അർത്ഥത്തിൽ വലിയ ആവേശം UDF ക്യാമ്പിന് നൽകാൻ പി.വി. അൻവറിന്റെ ഈ സ്ഥാനാർത്ഥിത്വ ചർച്ചകൾക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ.